പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് CM Punk വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള സ്റ്റോറി പൂർണ്ണമായി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിനർത്ഥം അടുത്ത മത്സരം CM Punkും സെത്തും തമ്മിലുള്ളത് ആയിരിക്കും എന്നുള്ളതല്ല, അവർ തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് അവർ അടുത്ത റെസ്ൽമേനിയയിലേക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പിൻ്റെ ഭാഗമായി ഇന്നത്തെ റോയിലൂടെ ഡയറക്റ്റായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് CM Punkിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. CM Punk റിട്ടയർമെൻറ്റ് ഡേറ്റ് പ്രഖ്യാപിച്ച് ജോൺസണെതിരെ മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. കൂടാതെ ഡ്രൂ മാക്കൻഡയറിനെ സസ്പെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചും ഡ്രൂ മാക്കൻഡയറിനെ എന്തുകൊണ്ട് ഈ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വിജയിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള CM Punkിൻ്റെതായ കാരണങ്ങൾ അദ്ദേഹം ആ ഒരു സെഗ്മെൻറ്റിൽ പറയുകയുണ്ടായി. അവിടേക്ക് സെത്ത് റോളിൻസ് വരികയും സെത്ത് റോളിൻസ് CM Punkിന് എതിരെ ഒരു വെല്ലുവിളി ഉന്നയിക്കുകയും ചെയ്തു. കാരണം തൻ്റെ വഴിയിൽ തടസ്സമായി CM Punk ഇനിയും തുടർന്നാൽ അതിനും തൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് ഉണ്ടാകും എന്നുള്ളത് സെത്ത് പറയുകയുണ്ടായി. അതായത് താനും തിരിച്ചടിക്കാൻ ആരംഭിക്കുകയാണ് എന്നുള്ളത് സെത്ത് പറഞ്ഞു. CM Punk മെഡിക്കലി ക്ലിയർ ആയാൽ ഇതിനുള്ള ഒരു തിരിച്ചടി നൽകുമെന്നുള്ളതും സെത്ത് ഉറപ്പ് നൽകിയിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. അപ്പോൾ ഡ്രൂ വേഴ്സസ് പങ്ക് തമ്മിലുള്ള സ്റ്റോറി കഴിഞ്ഞാൽ പങ്കിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി എന്താണ് എന്നുള്ളതിൽ ആർക്കും ഇനിയൊരു സംശയം വേണ്ട. അത് നമ്മൾ കുറച്ച് കാലമായി കാത്തിരിക്കുന്ന സെത്ത് വേഴ്സസ് പങ്ക് തമ്മിലുള്ള ആ ഒരു ഡ്രീം സ്റ്റോറി തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തുകൊണ്ടായിരിക്കാം ബോ ഡാലസ് ബാക്ക് സ്റ്റേജിൽ ആദം പിയേഴ്സ് എന്ന റോ ജനറൽ മാനേജറിനെ കാത്തിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ ആ ഓപ്പണിങ്ങിലെ സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നടന്ന ആദ്യ മത്സരം ജേ ഊസോയും ജാഡ് ഗേബിളും തമ്മിലുള്ള സിംഗിൾസ് മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ ജാഡ് ഗേബിൾ ഒരു ആംഗിൾ ലോക്ക് ഇട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വൈറ്റ് സിക്സിൻ്റെ വരവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിഗ്നൽസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് പെട്ടെന്ന് ജാഡ് ഗേബിൾ പേടിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് സ്പിയർ ചെയ്ത് പിൻഫോളിലൂടെ ജേ ഊസോ മത്സരത്തിൽ വിജയിക്കുന്നു. വൈറ്റ് സിക്സ് വരും എന്നുള്ളത് ഉറപ്പായപ്പോൾ ജേ ഊസോ അവിടെ നിന്ന് തടി തപ്പുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജാഡ് ഗേബിളിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെ അദ്ദേഹം പേടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് പതിവ് പോലെ വൈറ്റ് സിക്സിലെ മെമ്പറായ എബി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അഥവാ നിക്കി ക്രോസ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ അവിടെ അപ്പിയർ ചെയ്യുന്നു. നിക്കി ക്രോസ് പതിവ് പോലെ കഴിഞ്ഞ റോയിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു വീഡിയോ ടേപ്പ് കമൻറ്റേറ്ററായ പാറ്റ് മെക്കഫിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പിന്നീട് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നു. ജാഡ് ഗേബിൾ അപ്പോഴേക്കും പേടിച്ചുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജാഡ് ഗേബിൾ ആദം പിയേഴ്സിനോട് പറയുന്നുണ്ട് എന്തിനാണ് വൈറ്റ് സിക്സ് തന്നെ ഫോളോ ചെയ്യുന്നത്, ഇതിനെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾ നീ തന്നെ തീർക്കുക എന്നുള്ള ഒരു മറുപടി പിയേഴ്സ് കൊടുത്തതിന് ശേഷം പിയേഴ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓഫീസ് റൂമിലേക്ക് കയറുന്ന സമയത്ത് ബോ ഡാലസ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോ ഡാലസ് എന്തിനായിരിക്കാം ആദം പിയേഴ്സിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പലർക്കും ഒരു സംശയമായിട്ട് ഉള്ളത്. ഓൾറെഡി ആ ഒരു വീഡിയോ ഫൂട്ടേജിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് ഇന്നും റോയിൽ കാണിക്കുകയുണ്ടായി. ആ ഒരു വീഡിയോ ഫൂട്ടേജിൽ ആ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന റെസ്ലേഴ്സ് ആരാണെന്നുള്ളതാണ് അവർ വെളിപ്പെടുത്തിയത്. അതായത് എറിക് റോവൻ, ജോ ഗേസി, അതുപോലെ തന്നെ ഡെക്സ്റ്റർ ലൂമിസ് ഇവരുടെ ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് അവർ വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ബോ ഡാലസ് ഇവർക്കൊക്കെ മാച്ച് കളിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ആദം പിയേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന് പ്രകാരമുള്ള ഒരു ഡിസ്കഷൻ നടന്നതായിട്ട് ചിലപ്പോൾ അടുത്ത റോയിൽ വന്നിട്ട് ബോ ഡാലസോ അല്ലെങ്കിൽ ആദം പിയേഴ്സോ പറയാനോ സാധ്യതയുണ്ട്. എന്തായാലും വൈറ്റ് സിക്സ് ഇനി ഡയറക്റ്റ് റിംഗ് കോമ്പറ്റീഷനിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു സ്റ്റോറി ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് വുമൻസ് ഡിവിഷനിലേക്ക് പുതിയ ഒരു ഫാക്ഷൻ വന്നതിനെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന റോ എപ്പിസോഡിലെ 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ ലൈറ വാൽക്കീരിയ, കേഡൻ കാർട്ടർ, കാൻഡാന ചാൻസ് തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച ഡാമേജ് കൺട്രോളിനെയും ഈ ലൈറയുടെ ടീമിനെയും ആക്രമിച്ചുകൊണ്ട് സോണിയ ഡെവിൽ, ഷെയ്ന ബേസ്ലർ, സോയി സ്റ്റാർക്ക് തുടങ്ങിയവരുടെ 3 അംഗ ഫാക്ഷൻ വലിയൊരു മുന്നറിയിപ്പ് വുമൻസ് ഡിവിഷന് നിലവിൽ റോ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോണിയ ഡെവിൽ ഇവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബാക്ക് സ്റ്റേജിൽ ചില സെഗ്മെൻറ്റ്സ് നടത്തുന്നുണ്ടായിരുന്നു. അതിന് പ്രകാരമുള്ള ഇവരുടെ ഒരു ഒത്തുചേരലാണ്, അതും ഡാമേജ് കൺട്രോളിനെ കൂടുതൽ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുചേരലാണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. വുമൻസ് ഡിവിഷനെ സംബന്ധിച്ച് അത് അവരെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മേജർ പോയിന്റ് ആയിരിക്കും. വുമൻസിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈൻ അല്ലാതെ മറ്റ് സ്റ്റോറി ലൈനുകൾ കൂടി കൊണ്ടുവരുമ്പോൾ അത് വുമൻസ് ഡിവിഷനിൽ എല്ലാ റെസ്ലേഴ്സിനും ഒരുപോലെ തുല്യ പ്രാധാന്യം കിട്ടുന്നതിൽ ഒരു മികച്ച ഒരു കാര്യമായിരിക്കും. കൂടാതെ ഷെയ്ന ബേസ്ലർ, സോയി സ്റ്റാർക്ക് തുടങ്ങിയവർക്ക് വുമൻസ് ടാഗ് ടീം ടൈറ്റിൽ വീണ്ടെടുക്കാനും വലിയൊരു അവസരമാണ് വരാൻ പോകുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെയിൻ്റെ സമ്മർ സ്ലാമിലെ എതിരാളി ആരായിരിക്കും എന്നുള്ളതിൻ്റെ എല്ലാവിധ സൂചനകളും റോ എപ്പിസോഡിലൂടെ നൽകിയിട്ടുണ്ട്. ഞാൻ
എൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്രോൺ ബ്രേക്കറിന് ഇനിയൊരു റീമാച്ച് കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളത്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തെ എല്ലാ വിധത്തിലും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് നമുക്കിന്ന് റോയിൽ കാണാൻ സാധിച്ചത്. അതായത് സാമി സെയിൻ്റെ എതിരാളി അത് ബ്രോൺ ബ്രേക്കർ തന്നെ ആയിരിക്കുമെന്നും നമുക്ക് ബ്രോൺ ബ്രേക്കറിന് പുതിയ ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റോറി ആയിരിക്കും സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ എല്ലാവിധ തെളിവുകളും ഇന്നത്തെ റോയിലൂടെ നൽകിയിട്ടുണ്ട്. ആദ്യം അവരുടെ സെഗ്മെൻറ്റ് സാമി സെയിനെ ബ്രൂട്ടലായി ബ്രോൺ ബ്രേക്കർ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. പിന്നീട് ഇല്യ ഡ്രാഗനോവ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരത്തിൽ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ഇല്യ ഡ്രാഗനോവ് വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് സാമി സെയിൻ വരുന്ന ആ ഒരു സമയത്ത് സാമിയെയും ഇല്യ ഡ്രാഗനോവും പിന്നെയും ബ്രോൺ ബ്രേക്കർ ആക്രമിച്ച് അദ്ദേഹമാണ് പവർഫുൾ റെസ്ലർ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിലെ ബ്രോണിൻ്റെ ആ ഒരു സ്റ്റോറി ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സമ്മർ സ്ലാമിൽ ബ്രോൺ ബ്രേക്കറിന് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും ഈ 2024 ലഭിക്കാൻ പോകുന്നത്. മറ്റൊരു പോയിന്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള സെഗ്മെന്റുകളെ സംബന്ധിച്ചും മത്സരത്തെ സംബന്ധിച്ചുമാണ്. അടുത്ത റോ എപ്പിസോഡിൽ സൂപ്പർ താരമായ ഡ്രൂ മാക്കൻഡയറിന്റെ തിരിച്ചുവരവ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഡ്രൂ മാക്കൻഡയറിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ളത് CM Punk ആണ് ഏദം പിയേഴ്സിനോട് പറഞ്ഞത്. അപ്പോൾ CM Punkന്റെ മുമ്പിലേക്ക് ഒരു ക്ലോസ് വെക്കുന്നത് CM Punk അടുത്ത റോയിൽ അപ്പിയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധനയാണ്. അത് CM Punk ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൂ മാക്കൻഡയർ സമ്മർ സ്ലാമിലേക്ക് പങ്കിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സസ്പെൻഷനിൽ ഇരിക്കുന്ന ഡ്രൂവിനെ തിരികെ കൊണ്ടുവരാൻ ഏദം പിയേഴ്സ് സമ്മതം കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സെഗ്മെന്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റും ചലഞ്ചറായ ഗുന്തറും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഷെയ്മസ് വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ പീറ്റ് ഡനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച ബ്രോൺസൺ റീഡ് പിന്നെയും പീറ്റ് ഡനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഷെയ്മസ് വന്ന് രക്ഷിക്കുന്നുണ്ട്. പീറ്റ് ഡനും ഷെയ്മസും അത്ര നല്ല രസത്തിലല്ല എന്നുള്ളതും അതിനുശേഷം കാണിക്കുന്നുണ്ടെങ്കിലും അടുത്ത റോയിലേക്ക് ബ്രോൺസൺ റീഡ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു ഗംഭീര സിംഗിൾസ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. WWE അടുത്ത പ്രീമിയം ലൈവ് ഇവന്റായ സമ്മർ സ്ലാമിലേക്ക് ആദ്യത്തെ മത്സരമായി നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റും കിങ് ഓഫ് ദ റിംഗ് 2024 വിജയിച്ച ഗുന്തറും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തു. അവസാനത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിനെ സംബന്ധിച്ചാണ്. മെയിൻ ഇവന്റിന് മുൻപുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെന്റുകളിൽ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും താൻ ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ നൽകുമെന്നുള്ളത് ലിവ് മോർഗൻ പറയുന്നുണ്ട്. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ജഡ്ജ്മെന്റിന്റെ ടീം അംഗങ്ങൾ അത് കണ്ട് രസിക്കുന്നതും ത്രില്ലടിച്ച് നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഡൊമിനിക് പറയുന്നുണ്ട് തനിക്ക് ലിവുമായി അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ളത്. അതിനിടയിൽ ഡെമിൻ പ്രീസ്റ്റ് ഒരു ഫോൺ കോൾ വരികയും ഫോൺ കോളിൽ നീ വരികയാണോ എന്നുള്ള ഒരു മറുപടിയും കൊടുത്തു. അപ്പോൾ അവിടെ റിയ റിപ്ലിയുടെ ഒരു വരവ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സൂചനയും നൽകിയിട്ടുണ്ടായിരുന്നു. മെയിൻ ഇവന്റിലെ ഈ ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരത്തിന്റെ ഇടയിൽ വെച്ച് ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ രസകരമായ കുറച്ച് നിമിഷങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ റേ മിസ്റ്റീരിയോ ടീം വിജയിക്കുമെന്ന് കരുതിയെന്നുണ്ടെങ്കിലും ഡൊമിനിക്കിന് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അങ്ങനെ ഇരുവരും സെലിബ്രേറ്റ് ചെയ്ത് വലിയ ഒരു മൊമെന്റ്സിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് നമ്മളെ തോന്നിപ്പിച്ച ഒരു നിമിഷത്തിലാണ് ഫോർമർ വുമൻസിന്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലിയുടെ ഒരു മാസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു റിട്ടേൺ അത് കണ്ട് പേടിച്ച് നിന്ന ലിവ് മോർഗൻ ഇറങ്ങി ഓടുന്നതും കണ്ടം വഴി ഓടിയെന്ന് പറയുന്നത് പോലെയാണ് ടൈറ്റിലോ ഡൊമിനിക്കിനെയോ ശ്രദ്ധിക്കാതെ ലിവ് ഇറങ്ങി ഓടിയത്. ഡൊമിനിക്കിനാണെങ്കിൽ റിയ റിപ്ലിയോട് എന്ത് പറയണം എന്ന് അറിയാതെ നിൽക്കുക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നീട് ഡൊമിനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റിയ വലിയ മൈൻഡ് കൊടുക്കാതെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതോടുകൂടി റോ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സമ്മർ സ്ലാമിൽ റിയ വേഴ്സസ് ലിവ് തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നു എന്നുള്ളത് 100% ഉറപ്പായിരിക്കുന്നു. ഈ സെഗ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിലേക്ക് ഓടി രക്ഷപ്പെട്ട ലിവ് മോർഗൻ എന്താണ് റിങ്ങിൽ നടക്കുന്നത് എന്നുള്ളത് എത്തി നോക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവ് മോർഗൻ്റെ പ്ലാനിങ് വളരെ കറക്റ്റായിരുന്നു എന്നുള്ളത് ലിവിൻ്റെ ആ ഒരു ചിരിയിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജഡ്ജ്മെൻറ്റിൻ്റെക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിലവിൽ ലിവ് മോർഗന് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത റോയിലാണ് കണ്ട് തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും റിയോയുടെ ഈ ഒരു തിരിച്ചുവരവ് ജഡ്ജ്മെൻറ്റ് സ്റ്റോറി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.